ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്കാലത്തെ ഒഴിവു സമയങ്ങൾ കുട്ടികൾ ക്രിയാത്മകമാക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് തുണി മാലിന്യമെന്ന് പ്രധാനമന്ത്രി. പുനരുപയോഗത്തിലൂടെ പഴയ തുണികളെ സമ്പത്താക്കി മാറ്റാനും ആഹ്വാനം. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് മൻ കി ബാത്തിൽ പ്രശംസ. സമൂഹത്തിൽ നിന്ന് ലഹരി വ്യാപനം തടയാൻ ഭരണ നടപടികൾക്കൊപ്പം പൊതുസമൂഹത്തിന്റെ ഇടപെടലും ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. ചൈത്ര നവരാത്രി, ഭാരതീയ പുതുവത്സരം എന്നിങ്ങനെയുള്ള ശുഭകരമായ ഈ ദിവസത്തിൽ മൻ കി ബാത്തിലൂടെ സംസാരിക്കാൻ സാധിച്ചതിൽ ശ്രീ മോദി അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു. വ്യത്യസ്ത ഭാഷകളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അയച്ച വിഷു, ഉഗാദി, ഗുഡി പഡ്വ ദിനാശംസകളും അദ്ദേഹം പങ്കുവച്ചു. മധ്യവേനൽ അവധിക്കാലത്തെ കുട്ടികളുടെ ഒഴിവു സമയങ്ങൾ ക്രിയാത്മകമാക്കണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കുട്ടികൾ പുതിയൊരു ഹോബി ഏറ്റെടുക്കാനും കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സർഗാത്മക വിഷയങ്ങൾക്ക് പുറമെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും കുട്ടികൾ പങ്കാളികളാകണമെന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൈ ഹോളിഡേയ്സ് എന്ന ഹാഷ്ടാഗിൽ പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വേനൽക്കാലത്ത് ജലസംരക്ഷണത്തിന്റെ ആവശ്യകത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴത്തുള്ളികൾ സംരക്ഷിക്കുന്ന ക്യാച്ച് ദ റെയിൻ പ്രചരണത്തിൽ അണിചേരാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി കർണാടകയിലെ ഗഡാക് ജില്ലയിൽ നടന്ന മികച്ച മാതൃകയും അദ്ദേഹം എടുത്തുകാട്ടി. इस दिशा में कर्नाटका के गडक जिले के लोगों ने भी मिसाल कायम की है। कुछ साल पहले यहाँ के 2 गांवों की झीलें पूरी तरह सूख गई। गांव के लोगों के प्रयास देखकर आसपास की सामाजिक संस्थाएं भी उनसे जुड़ गई। ये कैच द रेन अभियान का शानदार उदाहरण है. കൂടാതെ വീടിന് മുന്നിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി വെള്ളം കരുതി വെക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വെല്ലുവിളികളെ മറികടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി. മത്സരങ്ങളിൽ ദിവ്യാംഗരായ കളിക്കാർ 18 ദേശീയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായും അതിൽ 12 വനിതകളാണെന്നും ശ്രീ മോദി പരാമർശിച്ചു. ഈ വർഷത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് പഞ്ചഗുസ്തിയിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി താരം ജോബി മാത്യു തനിക്കെഴുതിയ കത്തിന്റെ പ്രസക്ത ഭാഗം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പരാമർശം ഏറെ പ്രചോദനം നൽകുന്നതാണെന്ന് കായിക താരം ജോബി മാത്യു ആകാശവാണി വാർത്തകളോട് പ്രതികരിച്ചു. നമസ്കാരം, ഞാൻ ജോബി മാത്യു. കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള അടുക്കം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. 2028 ലോസ് ഏഞ്ചൽസിൽ നടക്കാനിരിക്കുന്ന പാരാലിമ്പിക്സിലേക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഡൽ നേടുവാനുള്ള പരിശ്രമത്തിലാണ്. അതിന്റെ തുടക്കം എന്ന നിലയിൽ സെക്കൻഡ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ പാരാ പവർ ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ 65 കിലോയിൽ ഞാൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടുകയുണ്ടായി. നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഇന്നേ ദിവസം നടത്തിയ മൻ കി ബാത്തിൽ എന്റെ പേര് പരാമർശിച്ചതിൽ ഞാൻ അങ്ങേയറ്റ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും എനിക്ക് കായിക താരം എന്നുള്ള നിലയിൽ അത് വലിയ പ്രചോദനമാണ്. തദ്ദേശീയ ആയോധന കലകൾ ജനപ്രിയ സംസ്കാരത്തിന്റെ ഭാഗമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളിയും പ്രശസ്ത റാപ്പറുമായ ഹനുമാൻ കൈന്തിന്റെ ഗാനങ്ങളിലൂടെ കളരിപ്പയറ്റ്, ഗഡ്ഗ തുടങ്ങിയ പരമ്പരാഗത ആയോധന കലകൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് തുണി മാലിന്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ തുണി മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ മുൻനിരയിലാണ് രാജ്യമെങ്കിലും അത് മറികടക്കാൻ നടന്നുവരുന്ന പ്രശംസനീയ ശ്രമങ്ങളിൽ ശ്രീ മോദി അതീവ സന്തോഷം രേഖപ്പെടുത്തി. പഴയ വസ്ത്രങ്ങളും ചെരുപ്പുകളും പുനരുപയോഗിച്ച് അലങ്കാര വസ്തുക്കളും കളിപ്പാട്ടങ്ങളും നിർമ്മിക്കുന്നതിലൂടെ സർക്കുലർ ഫാഷൻ ബ്രാൻഡിനെ ജനപ്രിയമാക്കാൻ പല സംഘടനകൾക്കും കഴിഞ്ഞതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. कई संस्थाएं आजकल सर्कुलर फैशन ब्रांड को पॉपुलर बनाने में जुटी हैं। हरियाणा का पानीपत टेक्सटाइल रिसाइकलिंग के ग्लोबल हब के रूप में उभर रहा है। बेंगलुरु भी इनोवेटिव टेक्स सॉल्यूशंस से अपनी एक अलग पहचान बना रहा है। तमिलनाडु का तिरुपुर वेस्ट वाटर ट्रीटमेंट और रिन्यूएबल एनर्जी के माध्यम से टेक्सटाइल वेस्ट मैनेजमेंट में जुटा हुआ है. യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും ഭാരതം മനുഷ്യരാശിക്ക് നൽകുന്ന വിലയേറിയ സമ്മാനമാണ് യോഗയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയും ആയുർവേദവും ആരോഗ്യത്തിനുള്ള മികച്ച മാർഗമായി യുവാക്കൾ സ്വീകരിക്കുന്നത് വർദ്ധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഇനി 100 ദിവസത്തിൽ താഴെ മാത്രമെന്ന് ഓർമ്മിപ്പിച്ച ശ്രീ മോദി ഈ ദിവസം യോഗയുടെ മഹോത്സവമായി മാറിയെന്നും അഭിപ്രായപ്പെട്ടു. ആഗോളതലത്തിൽ യോഗയും ആയുർവേദവും പ്രചാരത്തിലാകുന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സമൂഹത്തിൽ നിന്ന് ലഹരി ഉന്മൂലനം ചെയ്യുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വ്യാപനം തടയാൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ നടപടികൾക്കൊപ്പം പൊതുസമൂഹത്തിന്റെ ഇടപെടലും ഇതിനായി വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് യോഗമെന്നും പങ്കെടുക്കുന്ന ഓരോ മേഖലയിലുള്ളവർക്കും പുതിയ നിർദ്ദേശങ്ങൾ നൽകാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ പിന്നില് സാമൂഹിക മാനസിക കാരണങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവയെ വേരോടെ അറുത്തുമാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ ആവണം, ഇത് നമുക്ക് കൂട്ടായി ആലോചിച്ച് കണ്ടെത്താനാവണം. അതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉണ്ടാവുക എന്താണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് നടക്കും. 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് ഏപ്രിൽ 5 വരെയുള്ള തീയതികളിലായി ജില്ലാതല പ്രഖ്യാപനങ്ങൾ നടക്കും. ഹരിത പദവിയിലെത്തിയ സ്കൂളുകൾ, കലാലയങ്ങൾ, നഗരങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഓഫീസുകൾ, ലൈബ്രറികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവയുടെ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം നടക്കും. തിരുവനന്തപുരം മൃഗശാലയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് ഇല്ല എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പ്ലാന്റ് അറ്റകുറ്റപ്പണികൾ നടത്തി പൂർണ്ണ സജ്ജമായി പ്രവർത്തനക്ഷമമായിട്ടുണ്ടെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മൃഗശാലയിലെ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി. പ്രതിദിനം 200 ലിറ്റർ സംഭരണശേഷിയുള്ള സംസ്കരണ പ്ലാന്റാണ് ഇവിടെയുള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 വിശാഖപട്ടണത്ത് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും രാത്രി 7:30 ഗുവാഹത്തിയിൽ നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FCയെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർത്ത് ബംഗളൂരു FC സെമി ഫൈനലിൽ കടന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ 2 ഗോളുകളും രണ്ടാം പകുതിയിൽ 3 ഗോളുകളുമായാണ് ബംഗളൂരുവിന്റെ മുന്നേറ്റം. സെമിയിൽ FC ഗോവയാണ് ബംഗളൂരുവിന്റെ എതിരാളി. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി ഇസ്ലാം വിശ്വാസികൾ. ഇന്ന് ശവ്വാൽ മാസപ്പിറവി കാണുന്നവർ അറിയിക്കണമെന്ന് ഖാസിമാർ ആവശ്യപ്പെട്ടു. അതേസമയം സൌദി അറേബ്യയിൽ ഇന്നലെ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഈദുൽ ഫിത്തർ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ വൈകിട്ട് തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിൽ ഇമാംമാരുടെ യോഗം ചേരും. പടക്കക്കടയുടെ ലൈസൻസ് പുതുക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ കണ്ണൂർ തഹസീൽദാർ സുരേഷ് ചന്ദ്രബോസിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി കണ്ണൂർ കല്യാശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. നടൻ മോഹൻലാലിനൊപ്പം ശബരിമല ദർശനം നടത്തിയ പോലീസുകാരന് കാരണം കാണിക്കൽ നോട്ടീസ്. തിരുവല്ല SHO ആയിരുന്ന B സുനിൽ കൃഷ്ണനോടാണ് തിരുവല്ല DYSP വിശദീകരണം തേടിയത്. ശബരിമല ദർശനം നടത്തിയ പിറ്റേന്ന് SHOയെ സ്ഥലം മാറ്റിയിരുന്നു. പാലക്കാട് ചിറ്റൂരിൽ കുളത്തിൽ വീണ ചെറുമകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുത്തശ്ശി മുങ്ങി മരിച്ചു. വണ്ടിത്താവളം വടത്തോട് നബീസയാണ് മരിച്ചത്. നായ ആക്രമിക്കാൻ വരുന്നതിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് കുട്ടി കുളത്തിൽ വീണത്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ സ്മൃതി മന്ദിർ സന്ദർശിച്ചു. RSS സ്ഥാപകരായ കേശവ് ഹെഡ്ഗേവാർ, മാധവറാവു ഗോൾവാൾക്കർ എന്നിവരുടെ സ്മാരകങ്ങളിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്കാലത്തെ ഒഴിവ് സമയങ്ങൾ കുട്ടികൾ ക്രിയാത്മകമാക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികളിലൊന്നാണ് തുണി മാലിന്യമെന്ന് പ്രധാനമന്ത്രി. പുനരുപയോഗത്തിലൂടെ പഴയ തുണികളെ സമ്പത്താക്കി മാറ്റാനും ആഹ്വാനം. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് മൻ കി ബാത്തിൽ പ്രശംസ. സമൂഹത്തിൽ നിന്ന് ലഹരി വ്യാപനം തടയാൻ ഭരണ നടപടികൾക്കൊപ്പം പൊതുസമൂഹത്തിന്റെ ഇടപെടലും ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.